നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിൽ ചെലവ് കണക്കുകൾ വ്യക്തമാക്കി സർക്കാർ. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 70,000 രൂപയും ചെലവായെന്നും 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 ചെലവിട്ടുവെന്നും റിപ്പോർട്ടിലുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലൂടെ വസ്ത്രങ്ങൾക്കായി 11 കോടിയും വോളണ്ടിയർമാരുടെ വണ്ടി ചെലവിനും ഭക്ഷണത്തിനും 14 കോടിയും ചെലവാക്കി. ബേലി പാലത്ത് നിർമ്മാണത്തിന് 1 കോടി രൂപയും 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്ററിൻ്റെ ചെലവ് 7 കോടിയും ചെലവായിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് 17 കോടി രൂപയും ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടിയും ചെലവായി. മിലിറ്ററി, വോളണ്ടിയർമാർ എന്നിവരുടെ വിവിധ സൗകര്യങ്ങൾക്കായി 31 കോടിയും JCB, ഹിറ്റാച്ചി, ക്രെയിൻ എന്നിവയ്ക്ക് ചെലവായത് 15 കോടിയുമാണ്. ദുരിതാശ്വാസ ക്യാമ്പിലെ ചെലവുകൾക്കായി 19 കോടിയും മെഡിക്കൽ പരിശോധന ചെലവ് 8 കോടിയും ആയി. ക്യാമ്പിലെ ജനറേറ്ററിന് 7 കോടിയും ഡ്രോൺ, റഡാർ വാടകയ്ക്ക് 3 കോടിയും ആയി. DNA പരിശോധനയ്ക്കായി 3 കോടി ചെലവാക്കിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ കണക്കുകൾ വിശദീകരിച്ചിട്ടുള്ളത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട ചെലവ് സംബന്ധിച്ച കണക്കിൽ വ്യാപക പൊരുത്തക്കേട്. ദുരിതാശ്വാസ ക്യാമ്പിൽ വസത്തിന് മാത്രം 11 കോടി രൂപ ചെലവായെന്നാണ് പറയുന്നത്. 17 ക്യാമ്പുകളിലായി 4,102 ആളുകളാണ് താമസിച്ചിരുന്നതെന്ന് സംസ്ഥാന സർക്കാർ രേഖയിൽ തന്നെ പറയുന്നു. 11 കോടി രൂപ വസ്ത്രത്തിന് ചിലവായെന്ന് പറയുമ്പോൾ ഒരാൾക്ക് 26,816 രൂപയുടെ വസ്ത്രം വാങ്ങിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രവും മറ്റ് ആവശ്യ വസ്തുക്കളും സൗജന്യമായി വിതരണം ചെയ്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ സർക്കാർ ചിലവാക്കിയ തുക സംബന്ധിച്ച് പുറത്തുവന്ന കണക്ക് തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചെലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നതും കേന്ദ്രത്തിന് തയ്യാറാക്കി നൽകിയ പ്രതീക്ഷിക്കുന്ന ചെലവുകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചെലവഴിച്ച തുക സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം പുറത്തുവിടുമെന്നും എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറം തിരുവാലിയിൽ രോഗലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്താൻ വേണ്ടി ആരോഗ്യവകുപ്പ് വീടുകൾ കയറിറങ്ങി സർവേ നടത്തും. മരിച്ച വിദ്യാർത്ഥിയുടെ യാത്രയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് ഇന്ന് പ്രസിദ്ധീകരിക്കും. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡും കണ്ടെയ്ൻമെൻറ് സോണാക്കി ഇന്നലെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർഡുകളിൽ ഇന്നത്തെ നബിദിന ഘോഷയാത്രയ്ക്കും വിലക്കുണ്ടാവും. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 24 വയസ്സുകാരനെ നിപ്പ വൈറസ് ബാധയായിരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് സ്ഥിരീകരിച്ചത്. നിപ്പ മരണം സ്ഥിരീകരിച്ചതോടെ മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി ജില്ലാ ഭരണകൂടം. നിപ്പ സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്ത് പരിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിയേറ്ററുകളടക്കം തുറക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടകൾ രാവിലെ 10 മുതൽ 7 വരെ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. മലപ്പുറം തിരുവാലിയിൽ നിപ്പ മരണത്തെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ ബാംഗ്ലൂരിലും ജാഗ്രതാ നിർദ്ദേശം. മരിച്ച 24-കാരൻ്റെ ബാംഗ്ലൂരിലുള്ള സഹപാഠികളും നിരീക്ഷണത്തിലാണ്. മരിച്ച മലപ്പുറം സ്വദേശി ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചിരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് മരണവിവരം അറിഞ്ഞ് മലപ്പുറത്തെ മരണ വീട്ടിലെത്തിയ സഹപാഠികളെയും നിരീക്ഷണത്തിലാക്കും. ഇതിൽ 13 വിദ്യാർത്ഥികൾ നിലവിൽ കേരളത്തിലാണ്. ഇവരോട് നാട്ടിൽ തുടരാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിച്ച് മുസ്ലിം സഹോദരങ്ങൾ വിപുലമായ പരിപാടികളാണ് മദ്രസകളിലും പള്ളികളിലും ഒരുക്കിയിരുന്നത്. മദ്രസകൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ റാലികൾ നടന്നു. വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇതിനോടൊപ്പം തന്നെ മൗലിദ് പാരായണവും അന്നദാനവും ഉണ്ടായി. പ്രവാചകൻ പകർന്ന വെളിച്ചം സ്വന്തം ജീവിതത്തിൽ പകർത്താൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് നബിദിനം. PV അൻവറിന് പോലീസിലെ അടക്കം രഹസ്യവിവരങ്ങൾ ചോർന്നു കിട്ടിയ സംഭവത്തിൽ ഇന്റലിജൻസോട് വിശദമായ റിപ്പോർട്ട് തേടി DGP. പോലീസിലെ വിവരങ്ങൾ ചോർന്നു നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. രഹസ്യങ്ങൾ ചോർത്തിയെന്ന് സംശയിക്കുന്ന 2 SP-മാരും 1 DYSPയും നിരീക്ഷണത്തിലുമാണ്. നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ നടത്തിയ PV അൻവർ MLA-ക്കെതിരെ നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. സംസ്ഥാനത്ത് ഫോൺ ചോർത്തൽ അനുമതി സർക്കാർ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കത്തിൽ പറയുന്നു. ഫോൺ ചോർത്തലിന് അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിൽ മലയാള സിനിമയിൽ പുതിയ സംഘടന വരുന്നു. സംവിധായകരായ ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, നടി റിമ കല്ലിങ്ങൽ തുടങ്ങിയ നേതൃത്വത്തിലാണ് പുതിയ സംഘടന രൂപീകരിക്കുന്നത്. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലെ വാഹനാപകടത്തിൽ പ്രതി അജ്മലിനെതിരെ കുറ്റകരമായ നരഹത്യയ്ക്ക് കേസെടുത്തു. അജ്മലും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി വൈദ്യപരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു. കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ട അജ്മലിനൊപ്പം കാറിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയാണെന്നതിന് തെളിവുണ്ട്. അതിനാൽ ശ്രീകുട്ടിയും കേസിൽ പ്രതി ചേർക്കും. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അജ്മലിനെ കൊല്ലത്ത് പാതാരത്തു നിന്നും പിടികൂടുന്നു. അതോടൊപ്പം കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ ഇടിച്ചു വീഴ്ത്തിയ കാർ ദേഹത്തൂടെ കയറ്റിയിറങ്ങിയ തുടർന്ന് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചിരുന്നു. സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത്.
കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്ന മുദ്രാവാക്യമായി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവോണദിനത്തിൽ ഉപവാസ സമരം നടത്തി ഇടുക്കി DCCയും മുല്ലപ്പെരിയാർ സമര സമിതിയും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ നേർക്ക് രോഗിയുടെ കയ്യേറ്റം. ആശുപത്രി ചികിത്സയ്ക്കെത്തിയ തകഴി സ്വദേശി ഷൈജു എന്ന യുവാവാണ് ഡോക്ടറെ മർദ്ദിച്ചത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ഡോക്ടർ രോഗി കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾക്കായി രൂപീകരിച്ച ദേശീയ കർമ്മസമിതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചു. KSFDC സിനിമാ നിർമ്മാണ പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചിരുന്ന മുതിർന്ന സംവിധായകൻ ഷാജി N. കരണിനെതിരെ വിമർശനവുമായി നവാഗത സംവിധായകൻ സനോജ് തൻ്റെ ചിത്രം 2020 പ്രഖ്യാപിക്കുകയും 2022 പാലക്കാട് ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞ് പിന്നീട് വൈകിപ്പിച്ചുവെന്നും ഷാജി N. കരൺ അതിൽ പങ്കുള്ളതായി കരുതുന്നതായും സനോജ് പറഞ്ഞു. ജപ്തി നേരിട്ട നിർധന കുടുംബത്തിന് ആധാര പണം അടച്ച് തിരിച്ചെടുത്ത് നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴ പെരുമ്പള സ്വദേശി രാജപ്പൻ വ്യക്തിയുടെ വീടിൻ്റെ ആധാരമാണ് സുരേഷ് ഗോപി തിരികെ എടുത്ത് നൽകിയത്. രാജപ്പൻ്റെ ഭാര്യ മിനി ക്യാൻസർ രോഗബാധിത ചികിത്സയിലായിരുന്നു. മക്കൾ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു. കൊച്ചുമകൾ ആരഭയും മജ്ജയിൽ ക്യാൻസർ ബാധിച്ച് അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനെ മണിക്കൂറുകൾക്കൊടുവിൽ കാട്ടിലേക്ക് തുരത്തി. പെരുവണ്ണൂർ വഴി വനത്തിൽ നിറങ്ങിയ മുഴ പേരാമ്പ്ര ബൈപ്പാസിനോട് ചേർന്ന കുന്നിൻ മുകൾ ഏറെ നേരം തമ്പടിച്ചു. ഓണക്കാലത്ത് പാൽ, തൈര്, മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയിൽ സർവകാല റെക്കോർഡുമായി മിൽമ. ഓണക്കാലത്ത് മദ്യ വിൽപ്പനയിൽ കുറവെന്ന് റിപ്പോർട്ടുകൾ. 10 ദിവസത്തെ വിൽപ്പനയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 14 കോടി രൂപയുടെ കുറവാണ് ഇക്കൊല്ലം ഉണ്ടായത്. ഇത്തവണ 701 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. ജനയുഗം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് PS ലക്ഷ്മി അന്തരിച്ചു. ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. എരഞ്ഞിപ്പാലം മിനി ബൈപ്പാസിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥി മരിച്ചു. മാലാപ്പറമ്പ് പാറമൽ റോഡ് സനാബിൽ കുറുവച്ചാലിൽ റസൽ അബ്ദുള്ള ആണ് മരിച്ചത്. മലപ്പുറം ജില്ലയിലെ മാമ്പാട് സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 മരണം. US ഡാലസിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി ദമ്പതികൾ മരിച്ചു. സ്പ്രിംഗ് ക്രീക്ക് പാർക്കിൽ റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്ലേനോ മെഡിക്കൽ സിറ്റി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന വിക്ടർ വർഗീസ്, ഭാര്യ ഖുശ്ബു വർഗീസ് എന്നിവരാണ് മരിച്ചത്. 6 വന്ദേഭാരത് ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു പ്രധാനമന്ത്രി. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ ഗുജറാത്തിലെ അഹമ്മദാബാദ് ഭുജ് പാതയിൽ ഇന്ന് ഗുജറാത്ത് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് വന്ദേഭാരത ട്രെയിനുകൾക്കൊപ്പം രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യുകയായിരുന്നു. രാജി പ്രഖ്യാപിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നും കെജ്രിവാൾ ഇന്നലെ പറഞ്ഞു. വോട്ടർമാർ തീരുമാനിക്കാതെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കില്ലെന്നും ദില്ലിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെജ്രിവാൾ പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജ്യപ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി ഗാന്ധിയൻ അണ്ണ ഹസാരെ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് കെജ്രിവാളോട് പറഞ്ഞിരുന്നതായി, എന്നാൽ ഇപ്പോൾ പ്രതീക്ഷിച്ച് സംഭവിച്ചുവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ തീരുമാനത്തിന് അംഗീകാരം നൽകി പാർട്ടി. ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാതിരിക്കെ തുടർച്ചയായി ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ. പൂഞ്ചിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഹരിയാനയിൽ BJP പ്രതിസന്ധിയിലാക്കി നേതാക്കൾ തമ്മിലുള്ള തർക്കം. 3ാം മോദി സർക്കാർ ഇന്ന് 100 ദിനം പൂർത്തിയാക്കുന്നു. 3 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ 100 ദിനം കൊണ്ട് പൂർത്തിയാക്കിയെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. ഗാന്ധി കുടുംബം ദളിത് വിരുദ്ധരും ദളിതരുടെ സംവരണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുമാണെന്ന് ആരോപണമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധിയെ ഭീകരവാദിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച് കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് വിട്ടു. രാഹുലിൻ്റെ അമേരിക്കൻ സന്ദർശന പരാമർശങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുലിനെതിരെ രൂക്ഷ ഭാഷയിൽ സംസാരിച്ചത്. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നടപ്പ് കാലയളവിൽ തന്നെ അവതരിപ്പിച്ചേക്കുമെന്നും സൂചനകൾ. കുവൈറ്റിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി അധികം നടത്തിയ പരിശോധനയിൽ 250 കിലോ കേടായ ഇറച്ചി പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് തുടർച്ചയായി ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് സ്വർണ്ണവില. ഇന്ന് ഗ്രാമിന് 15 രൂപ ഉയർന്ന് 6880 രൂപയിലെത്തി. പവൻ വില 120 കൂടി 55040 രൂപയും എത്തി. കഴിഞ്ഞ മെയ് 20 കുറിച്ച പവന് 55120 രൂപയാണ് കേരളത്തിൽ റെക്കോർഡ്. മെയ് 20 ശേഷം ഇറക്കുമതി തിരുവയിൽ 15% നിന്ന് 6% കുറഞ്ഞിരുന്നു. ഇത് രാജ്യത്തെ സ്വർണ്ണവിലയിൽ കാര്യമായ കുറവ് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര വില ഉയർന്നതോടെ സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് തകർത്ത് മുന്നേറാനുള്ള ശ്രമത്തിലാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.